ശ്രീ പി നന്ദകുമാർ 10 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കും. സർ, വിവിധ വകുപ്പുകൾക്കുള്ള ധനാഭ്യർത്ഥനകൾ ഞാൻ പിന്താങ്ങുന്നു. സർ, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പുരോഗമനം ഏർപ്പെടുത്തി പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ ആകെ തകർത്ത് അധികാര കേന്ദ്രീകരണം ഒരു വശത്തും നവ ലിബറൽ സാമ്പത്തിക നയവും തീവ്ര വർഗീയതയുമായി മറുവശത്തുമായി മോഡി സർക്കാർ തകർത്താടുമ്പോൾ ഈ നയത്തിനെതിരെ കേരള ജനതയെ ആകെ അണിനിരത്തി കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയാണ് ഇടതുപക്ഷം. സർ, നമ്മുടെ സംസ്ഥാനം വികസനത്തിൻ്റെ കുതിപ്പിൽ തന്നെയാണ്. വിവിധ വകുപ്പുകൾ നോക്കിയാൽ അത് കാണാൻ കഴിയും. സർ, റവന്യൂ വകുപ്പ് സുസ്ഥിരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂപ്രശ്നം പരിഹരിക്കുന്നതിലും പട്ടയ വിതരണം ദ്രുതഗതിയിൽ നടത്തുന്നതിലും നല്ല ജാഗ്രതയാണ് ഈ വകുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വകുപ്പ് കാര്യക്ഷമമാക്കുന്ന നിരവധി പുതിയ തസ്തികകളാണ് വകുപ്പിൽ സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും കിടപ്പാടം എന്ന സർക്കാരിൻ്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഇടപെടൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, എന്നാൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഇടുക്കിയിലടക്കമുള്ള ഭൂപ്രശ്നങ്ങൾ, കടലോര പുഴപുറമ്പോക്ക് പട്ടയങ്ങൾ തുടങ്ങിയ ഉടനടി പൂർത്തിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സർ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൻ്റെ നേട്ടങ്ങൾ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൊന്നാനിയിലെ ടൂറിസം പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിൽ സ്വന്തം വരുമാനം കണ്ടെത്തൽ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വരുമാന വർധന സർക്കാരിൻ്റെ ഇടപെടൽ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പല വസ്തുക്കളും GST പുനഃക്രമീകരണം നടത്താനും തർക്കങ്ങൾ തീർപ്പാക്കുന്നതിൽ കേന്ദ്രം കാണിക്കുന്ന അനാസ്ഥ ചൂണ്ടിക്കാണിക്കാനും നമ്മുടെ ധനവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ GSTക്കകത്ത് വരുത്തേണ്ട പുതിയ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുതിയ നിയമ ഭേദഗതികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അർഹതപ്പെട്ട നികുതി വീതവും സഹായവും കേരളത്തിന് ലഭിക്കാത്ത കാര്യം കേന്ദ്ര ധനകാര്യ വകുപ്പിന് മുമ്പിൽ നന്നായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര നികുതി വിഹിതത്തിൻ്റെ 18% UP സർക്കാർ ലഭിക്കുന്നത്. നമുക്ക് 1.92% മാത്രമാണെന്ന് നമുക്കറിയാം. സർ, കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കുറവുള്ള ഛത്തീസ്ഗഡിൽ ലഭിക്കുന്ന വിഹിതം പോലും കേരളത്തിന് ലഭിക്കുന്നില്ല. ഒരു മര്യാദയും ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് കേന്ദ്രം ഇതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിന് ലഭിക്കേണ്ട വിവിധ ഇനത്തിൽ 1,63,000 കോടി രൂപ വ്യത്യസ്തമായ ഇനങ്ങളിലായി വ്യത്യസ്ത ഘട്ടങ്ങളിലായി ലഭിക്കേണ്ട തുക നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നികുത്തിക്കൊണ്ടല്ലാതെ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളും നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല. ഈ പ്രതിസന്ധി മറികടക്കാൻ, വരുമാനം വർദ്ധിപ്പിക്കാൻ എല്ലാ മേഖലകളിലും ഇടപെടൽ അത്യാവശ്യമാണ്. കേരളത്തിൽ വികസന മുരടിപ്പ് പാടില്ല, മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്, ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. നമ്മുടെ നികുതി ചോർച്ച തടയാനും പുതിയ സ്രോതസ്സുകൾ കണ്ടെത്താനും ധനകാര്യ വകുപ്പ് നല്ല ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണക്ക് സഭയ്ക്കകത്ത് പലപ്പോഴും വന്നു കഴിഞ്ഞ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർ, GST കൗൺസിൽ കേരളത്തിൻ്റെ ഇടപെടൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്ന വിധത്തിലാണ്. ഒറ്റ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. സംസ്ഥാനങ്ങളിൽ വിതരണ സംവിധാനം ഇല്ലാത്ത കസ്റ്റമർ നേരിട്ട് വാങ്ങുന്ന വിൽപ്പന നടത്തുന്ന സരക്കുകളുടെ കാര്യത്തിൽ കൊമേഴ്സ് വ്യാപാരം അതുവഴി നടത്തുന്ന തട്ടിപ്പിൻ്റെ വിശദാംശം കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ കേരളമാണ് കൊണ്ടുവന്നത്. അതിനടിസ്ഥാനത്തിൽ IGST അത് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് കേരള ധനകാര്യ വകുപ്പിന് കഴിഞ്ഞു. ഇതിൻ്റെ നേട്ടം കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിന് കിട്ടും, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടും. ഈ പത്രമാസികകളുടെ സബ്സ്ക്രിപ്ഷൻ, വിനോദ സേവനങ്ങളുടെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ, OTT പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ടെലികോം സേവനങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നടത്തുന്ന ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലയിലെ തട്ടിപ്പ് തടയാൻ ഇതുമൂലം കഴിയും. കേരളത്തിൻ്റെ ഇടപെടൽ നമുക്ക് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും നേട്ടമാണ്. സർ, ഇത്തരം നടപടികൾ കൊണ്ട് മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം നേരിടാൻ നമുക്ക് കഴിയുകയില്ല. പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ജനദ്രോഹമില്ലാത്ത ചില നികുതികൾ അതിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ സമീപനം എന്തായിരുന്നു? കേരളത്തിൽ ആദ്യമായിട്ടാണ് നികുതി നിർദ്ദേശം വരുന്ന സമീപനം നിങ്ങളെടുത്തത്. ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ
ഞങ്ങൾക്ക് ഇതുപോരാ അതുപോരാ ഇന്നും പ്രസംഗിക്കുന്നത് കേട്ടു ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയിട്ടില്ല എന്നല്ല. സാർ, ഇതിന് വരുമാനം ഉണ്ടാകണ്ടേ? പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകുന്നതിന് രൂപീകരിക്കപ്പെട്ട പെൻഷൻ ഫണ്ടും കിഫ്ബിയും തകർക്കുന്ന രൂപത്തിലേക്ക് സമീപനമല്ലേ കേന്ദ്ര സർക്കാർ എടുക്കുന്നത്? നിങ്ങളുടെ സമീപനം എന്താ? അതിന് കൂട്ടുനിൽക്കുകയല്ലേ? ക്രൂരമായ സമീപനത്തിൻ്റെ നിങ്ങളുടെ പ്രതികരണം എന്താണ്? കേരളത്തിലെ ഗവൺമെൻറ്റാണ് എല്ലാറ്റിനും കുറ്റക്കാരൻ എന്ന രൂപത്തിൽ സമീപനം എടുക്കുന്നത്. പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുമ്പോൾ അതിനെ എതിർക്കുന്നു. ദുരന്തഭൂമിയോട് കേന്ദ്ര സർക്കാർ കാണിച്ച ക്രൂരമായ സമീപനത്തെ പോലും നിങ്ങൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. UDFിൻ്റെ MP-മാർക്ക് പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല. സർ, കേരളത്തിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചു പോയ നേതാവല്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ്? അദ്ദേഹത്തിന് പോലും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ? സർ, കുറ്റം ചെയ്തവർ മാത്രമല്ല, കുറ്റത്തിന് കൂട്ടുനിൽക്കുന്നവർ പോലും കുറ്റവാളികളെ മറ്റിൽ കാണണമെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അത്തരം രൂപത്തിലേക്കുള്ള കുറ്റവാളിയല്ലേ ആ കുറ്റമല്ലേ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്? സർ, നമ്മുടെ രാജ്യത്തുള്ള കുറേ പത്രമാധ്യമങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തും പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർ, CPM സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്നൊരു രേഖ അവതരിപ്പിച്ചു. ആ രേഖ ചർച്ചയ്ക്ക് ശേഷം സമ്പുഷ്ടമാക്കിക്കൊണ്ട് കേരള സമൂഹത്തിന് മുമ്പിലേക്ക് വരികയാണ്. അതിൻ്റെ പരാമർശം വന്നപ്പോൾ നമ്മുടെ ചില പത്രമാധ്യമങ്ങളും ആ പത്രങ്ങളൊക്കെ ചില കാര്യങ്ങൾ എഴുതി. അത് ഏറ്റുപിടിച്ചുകൊണ്ട് UDFിൻ്റെ നേതാക്കന്മാർ പ്രസ്താവന പുറപ്പെടുവിച്ചു. നമുക്കറിയാം, നമ്മുടെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പത്രങ്ങളാണ് UDFിൻ്റെ വഴികാട്ടി. നമ്മുടെ പ്രതിപക്ഷ നേതാവും അന്ന് അത് ഏറ്റുപിടിച്ചു. സർ, മനോരമ പത്രം ഒരു കാര്യം പറഞ്ഞാൽ, ഞങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഞങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞങ്ങളുടെ നേതാവായിരുന്ന സഖാവ് EMS പറഞ്ഞത്. ഇവിടെ ബഹുമാനപ്പെട്ട ലത്തീഫ് EMSനെ കോട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ EMSനെ ഇവിടെ കോട്ട് ചെയ്തത്. സർ, പൊതുമേഖലയെ സംബന്ധിച്ച് ഒരു പരാമർശം രേഖയ്ക്കകത്തുണ്ട്. അതിതാണ്: പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത സ്ഥാപനങ്ങളെ PPP അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനുള്ള സാധ്യതകൾ ആരായുമെന്നാണ്. താല്പര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിന് വ്യക്തമായ നിബന്ധനകളോടുകൂടി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യം പുനഃപരിശോധിക്കും. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നടപ്പിലാക്കുന്നു പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടില്ല. അത് പരിശോധിക്കും, ചർച്ച ചെയ്യും. ഇതാദ്യം പറയുന്ന സർ 2006 ഗവൺമെൻറ് ശ്രമം നടത്തിയതല്ലേ? ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതാണ് രേഖയിൽ പറഞ്ഞത്. കാള പറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്ന സമീപനമാണ് നമ്മുടെ ചില പത്രങ്ങൾക്കും അതിന് പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഇവിടുത്തെ UDFിൻ്റെ നേതാക്കന്മാർക്കും എന്ന് നമുക്കറിയാം. സർ, നമ്മുടെ UDFിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ്സാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്നാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി കാണുന്നുള്ളൂ. സർ, കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാല സമീപനം എന്താ? ഈ പൊതുമേഖല വിൽക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയവരല്ലേ നിങ്ങൾ? ചൗധരി കമ്മിറ്റി. പൊതുമേഖല കമ്മിറ്റി ഉണ്ടാക്കുകയല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. കോഴിക്കോട്ട് കോട്ടൺ മില്ല് വിറ്റ് അഡ്വാൻസ് വാങ്ങിയവരാണ് നിങ്ങൾ. ആ കോട്ടൺ മില്ല് ഇപ്പോൾ അതിമനോഹരമായ രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്നു. ഈ അനുഭവം കൊണ്ടാണ് കേരളം കേന്ദ്ര ഗവൺമെന്റ് വിൽക്കാൻ വെച്ച സ്ഥാപനം അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പേപ്പർ മില്ല് നടത്തിയ മാതൃക കാണിച്ച സംസ്ഥാനമാണ് കേരളം. ഞങ്ങൾക്ക് പൊതുമേഖലയുമായ ഒരു സമീപനമുണ്ട്. ഞങ്ങളുടെ രേഖയ്ക്കകത്ത് പരാമർശിക്കപ്പെട്ട വിഷയം ഒരു കാരണവശാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം PPP അടിസ്ഥാനം നടത്താൻ കഴിയുമെങ്കിൽ അത് പരിശോധിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ പറയാണ് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം നമ്മുടെ രാജ്യത്തുള്ളത്. ഞാൻ ഇതിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നത് പറയുകയാണെങ്കിൽ കുറേ പറയട്ടു സർ. നമുക്കുള്ളത് ഞങ്ങൾ ഒരു കാര്യം പറയാം സർ. 2006 അന്നത്തെ ഗവൺമെൻറ്റും ഇത്തരം രൂപത്തിലേക്ക് ശ്രമം നടത്തി. PPP അടക്കമുള്ള പ്രൊജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ജോയിൻറ്റ് വെഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം അന്നതിന് പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ചർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് സമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അപ്പം ആലോചിക്കാം. അതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സർ, ഈ നവ ലിബറൽ നയങ്ങളുടെ വക്താക്കളും പ്രയോക്താക്കളായ നിങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ കഴിയും? സർ, ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എന്താ? നവലിബറൽ നയങ്ങൾ പാപ്പറായി കഴിഞ്ഞില്ലേ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ടോ?
സാമ്രാജ്യ ധനകാര്യ സ്ഥാപനങ്ങളുണ്ടോ? ട്രംപ് തന്നെ പറയുന്നത് അമേരിക്ക പ്രസിഡന്റ് മാറ്റാൻ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്നാണ്. പൊളിച്ചെഴുത്ത് എങ്ങനെയാണെന്ന് അവർ തീരുമാനിക്കട്ടെ. ആ ലിബറൽ നയം പാപ്പരായി എന്ന് അവർ പോലും സമ്മതിക്കുകയാണ്. സർ, അടുത്ത കാലത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച പുസ്തകമാണ് പിക്കറ്റിയുടെ പുസ്തകം. പിക്കറ്റി കമ്മ്യൂണിസ്റ്റ് അല്ല, ഇനി അത് പറയണ്ട. ഞങ്ങൾ CPM-ന്റെ വി മെമ്പറൊന്നല്ല, അത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല. അദ്ദേഹം പറയുന്നത് പിക്കറ്റിയുടെ പുസ്തകം ടൈം ഫോർ സോഷ്യലിസം എന്ന പുസ്തകമാണ് അടുത്ത കാലത്ത് ലോകത്തിൽ വിറ്റഴിക്കപ്പെട്ട പ്രധാന ധനശാസ്ത്ര പുസ്തകം. അത് പറയുന്നത് ഇത് പാപ്പറായ ഈ നവലിബറൽ നയം പുതിയ പോംവഴി കണ്ടെത്തണമെന്നാണ് പറയുന്നത്. സർ, എന്നിട്ടും കോൺഗ്രസിൻ്റെ ചില വക്താക്കൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കുഴനാടനടക്കം പറഞ്ഞു ആ നയത്തിൻ്റെ മഹത്വം കഴിഞ്ഞ സഭയ്ക്കകത്തോട് വിശദീകരിക്കുകയുണ്ടായി. എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ സൂചിപ്പിക്കാനുള്ളത് സമചിത്തതയോടുകൂടി സമാധാനത്തോടുകൂടി ഈ രേഖകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം എന്നാണ്. അതായത് എന്നെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്ന പ്രതീക്ഷയൊന്നുമില്ല. സർ, മറ്റൊരു വിവാദം കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുക. വിവാദങ്ങൾ ഉണ്ടാക്കല്ല ഞങ്ങളുടെ ലക്ഷ്യം. യഥാർത്ഥ പ്രശ്നങ്ങൾ മാറിക്കിടക്കുകയാണ്. കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന നിങ്ങൾക്ക് പ്രശ്നമല്ല. ചൂരൽമലയിലെ പ്രശ്നം പോലും പ്രശ്നമല്ല. കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കുന്ന രൂപത്തിലേക്ക് നമ്മളെ ഈ പെൻഷൻ ഫണ്ട് തകർക്കുന്ന രൂപത്തിൽ നീക്കം നിങ്ങൾക്ക് പ്രശ്നമല്ല. പുതിയ നവഫാസിസവുമായി ബന്ധപ്പെട്ട ചർച്ച. സർ, ഈ അഞ്ജനം എന്താ ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നു പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫാസിസ്റ്റെ പറ്റി വല്ലുണ്ടോ? ഈ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഫാസിസ്റ്റിനെ ചെറുത്തുനിൽപ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ വെച്ച പങ്ക് അതിൻ്റെ പിന്തുടർക്കാരാണ് ഞങ്ങളെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിന് കോൺഗ്രസ്സുകാരുടെ ഔദാര്യം സർട്ടിഫിക്കറ്റ് ഒന്നും ഫാസിസ്റ്റ് ചേർക്കാൻ ഞങ്ങൾക്ക് വേണ്ട. ഇന്നത്തെ നവഫാസിസ്റ്റ് സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം 1930-കളിലെ കാലഘട്ടത്തിൻ്റെ അവസ്ഥയല്ല. ലോകത്താകത്തിൻ്റെ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനം പല രാജ്യങ്ങളിലും ഉടലെടുക്കുന്നു. പല ഗവൺമെൻറ്റുകൾ പറയുന്നു വംശീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിഭാഗീയ പ്രശ്നങ്ങളും മുതലെടുത്തുകൊണ്ടും അവിടെ തൊഴിലില്ലായ്മയും എല്ലാം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം സാധാരണക്കാരായ ആൾക്കാർക്കുള്ള അസംതൃപ്തി മറ്റു രൂപത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് അവിടുത്തെ ഈ ലുമ്പൻ വിഭാഗത്തടക്കം കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വലിയ രൂപത്തിലേക്കുള്ള അക്രമങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലേക്ക് വലതുപക്ഷ പ്രസ്ഥാനം വരുന്നു. അവരെ ഗവൺമെൻറ് വരുന്നു. അത്തരം രൂപത്തിലേക്കുള്ള ഒരു സാഹചര്യത്തെയാണ് നവഫാസിസമെന്ന് ഇന്ന് ലോകം വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്ത്യക്കകത്തും. ഇവിടുത്തെ വലതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ സാധാരണ വലതുപക്ഷ ഗവൺമെൻറ് മാത്രമല്ല, സ്വതവേ കുരങ്ങൻ പിന്നെ കള്ളും കൂടി കുടിച്ചാലെന്ന മട്ടിലേക്കുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ആ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വർഗീയ തീവ്രവാദം, ഹിന്ദുത്വ തീവ്രവാദം നടപ്പാക്കുന്നു. ഇതെല്ലാം കൊണ്ടൊരു ഗവൺമെൻറ് ഈ നവഫാസിസ്റ്റ് ലോകത്തിൽ ഈ സാഹചര്യവും ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെൻറ്റും അത്തരം രൂപത്തിലേക്കുള്ളൊരു ഗവൺമെൻറ് ആണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്തതിന് ഞങ്ങളെ മേക്കെട്ട് കയറിയിട്ടില്ല. ഇത് മനസ്സിലാക്കണം. എന്താണ് ഫാസിസം, എന്താണ് പുതിയ രൂപത്തിലെ കാലഘട്ടം, അതിനെ എങ്ങനെ ചെറുക്കാൻ കഴിയും, അതിനെങ്ങനെ എതിർക്കാൻ കഴിയും, അത് ആരൊക്കെ യോജിപ്പാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന കാര്യത്തൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണ ഇനിയെങ്കിലും പഠിച്ചുകൊണ്ട് ഇത്തരം വിഷയത്തിൽ നിങ്ങൾ കടക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുന്നു.